CG ഉണ്ണി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഉണ്ണി, ഈ തൃണമൂലിന് അനഭിമതനാണ് ഒരുപക്ഷെ PV അൻവർ എന്നുള്ളത്. തൃണമൂലിലെ പ്രമുഖരായ നേതാക്കൾ, നിലനിൽക്കുന്ന നേതാക്കളൊക്കെ പരാതിയുമായി മമതയിലേക്ക് നീങ്ങുന്നു. പക്ഷേ തൃണമൂലുമായി കോൺഗ്രസ്സിലേക്ക് പോവുക, അല്ലെങ്കിൽ UDF പോവുക എന്നതാണ് അൻവറിൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് വലിയ തിരിച്ചടിയുണ്ട്. അത് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അപ്പോൾ അൻവർ എന്ന ഒറ്റയാൾ മനുഷ്യൻ്റെ പോരാട്ടമാണ് ഒരു പക്ഷേ ഈ തൃണമൂലുമായി ഹൈജാക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്നൊരു വലിയ പരാതി അതിനുള്ളിലുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അൻവറിൻ്റെ മുമ്പോട്ടുള്ള പോക്കുകളെ കാണാനാകുന്നത്? CG ഉണ്ണി, അൻവറിന് ഇപ്പൊ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ തൃണമൂൽ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അൻവറിനെ കേരളത്തിൽ അൻവർ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് 200ഓളം സീറ്റ് നേടിക്കൊടുക്കാം, 20 ലോക്കൽ ബോഡി പിടിച്ചെടുത്തു കൊടുക്കാമെന്നും പറഞ്ഞു. അത് പ്രകാരം ദേശീയ നേതൃത്വം അതിന്റെ താൽക്കാലിക കൺവീനർ, അതായത് കോർഡിനേഷന്റെ ചുമതല അൻവറിന് കൊടുത്തു. അൻവർ പിന്നീട് ചെയ്തത് തൃണമൂൽ കോൺഗ്രസിൽ സ്റ്റേറ്റ് ഒട്ടുക്ക് ഹൈജാക്ക് ചെയ്യുന്ന 2009 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകരെയോ ഇതിന്റെ നേതാക്കളെയോ മുഖവിലക്കെടുക്കാതെ അൻവർ ഏകപക്ഷീയമായി ചില ഇഷ്ടക്കാരെ വെച്ചുകൊണ്ട് കുറെ കാറ്ററിംഗ് തൊഴിലാളികളെയും നമ്മൾ കണ്ടതാണ്, അന്യസംസ്ഥാന തൊഴിലാളികളെ വരെ തൃണമൂലിന്റെ യൂണിഫോം ഇട്ട് പിണറായിസം തകരട്ടെ എന്ന് പറഞ്ഞ് അൻവർ ടീഷർട്ട് ഇട്ട് തെരുവിലിറക്കിയത്. അൻവറിന്റെ കൂടെ ആരുമില്ല. അത് വ്യക്തമായി അറിയുന്ന ആൾ PV അൻവർ തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലൂടെ അൻവർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ അനുമതി പത്രം ചോദിച്ചു, നൽകിയിട്ടില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചിഹ്നം അനുവദിക്കാൻ അഭ്യർത്ഥിച്ചു, നൽകിയിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിന് 5ഓളം പുതിയ പരാതികൾ അൻവർ പക്ഷത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് കമ്മിറ്റിക്ക് അച്ചടക്ക സമിതിക്ക് ഒരു ചെയർമാനുണ്ട്. അത് ശ്രീ സലീം മാലിക്കാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സമിതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസം 2ാം വാരത്തിൽ എറണാകുളത്ത് ചേരുന്ന സംസ്ഥാന പ്രവർത്തക യോഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും PV അൻവറിന്റെ കാര്യത്തിൽ അച്ചടക്ക നടപടി കൈക്കൊള്ളണ്ടെങ്കിൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകണം. അല്ലാതെ PV അൻവർ തീർച്ചയായും അതാണ് അടിവരയിടേണ്ടത്. അൻവറിന്റെ വൺമാൻ ഷോ നടക്കില്ല. തൃണമൂലിന്റെ രാഷ്ട്രീയവുമായി മുമ്പോട്ട് പോയാൽ അത് ഡെറിക് ഒബ്രിയാൻ തന്നെ, പാർട്ടിയുടെ രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രിയാൻ മഞ്ചേരിയിൽ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ വ്യക്തമായി പറഞ്ഞതാണ്, ഞങ്ങൾ മുന്നണിയിലേക്കല്ല, ഞങ്ങൾ പാർട്ടിയാണ് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ കോൺഗ്രസിനെതിരാണ് എന്ന് അദ്ദേഹം വ്യക്തമായി അവിടെ പറഞ്ഞു. കോൺഗ്രസ് BJPക്കെതിരെ മത്സരിച്ചവിടത്തൊക്കെ 0. 100 സ്ഥലത്ത് മത്സരിച്ച 10 സ്ഥലത്ത് പോലും തിളക്കം കിട്ടുന്നില്ല കോൺഗ്രസിന്. അവിടെയെല്ലാം തൃണമൂൽ കോൺഗ്രസ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന്റെ ബദൽ രാഷ്ട്രീയമാണ്. തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന് എതിരുള്ള രാഷ്ട്രീയമാണ് വൺമാൻ ഷോയിലൂടെ അൻവർ നടത്തുന്ന വലിയ പരാതി പരിഭവമാണ്. എന്തായിരുന്നാലും UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് നാളെ കോൺഗ്രസ് നേതാക്കന്മാരുമായി PV അൻവറിന്റെ നിർണായക ചർച്ചയുണ്ട്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി കൂടി നൽകിയത്.